ആന കുറേ സമയം ഇവിടെ നിന്നു. അവിടുന്ന് വന്നിട്ട് അവിടെയും നിന്നു തോന്നേ. അന്നേരം ആ ചേച്ചി വിളിച്ചു പറഞ്ഞു ആന വരുന്നുണ്ടേന്ന്. കൊറേ സമയം നിന്നിട്ട് ഒച്ച കേട്ടിട്ട് ഇവിടെ തന്നെ നിന്നു. എന്നിട്ടാണ് റോഡ് മുറിച്ച് കടന്നല്ലേ. ആന ഓട്ടിക്കുന്നവർ ആനനെ ഓട്ടിക്കുന്നില്ല, പിന്നെ എന്നാ ചെയ്യണ്ടേ? 2 ദിവസം ഓട്ടിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരെ കണ്ടിട്ടില്ല. മിനിഞ്ഞാന്നാ തോന്നുന്നു രാത്രി ഒരു 8:30 ആയിട്ടുണ്ട്. ആ സമയത്ത് റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് കടന്നു. ആന തിരിച്ച് ഇന്ന് രാവിലെ ഇങ്ങോട്ടും കടന്നു. അവനെ കൊണ്ടുവിട്ടിട്ട് വരുമായിരുന്നു. അന്നേരം അവള് വീട് എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം ചേച്ചി വിളിച്ചു പറഞ്ഞു ആന വരുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ഓടി കയറുകയാണ് ചെയ്തത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആർളം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് 10-ലാണ്. കോട്ടപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഈ ഒരു പ്രദേശത്ത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാട്ടാനകൾ പാസ് ചെയ്യുന്ന ഒരു വഴിയൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അതായത് ആനകളെ തുരത്തുന്ന സമയത്ത് ഗജമുക്തി എന്ന് പറയുന്ന ആ ഒരു വനംവകുപ്പിൻ്റെ ആ ഒരു ഓപ്പറേഷൻ, അതായത് കാട്ടാനകളെ തുരത്തുന്ന ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കാട്ടാനകൾ പാസ് ചെയ്തു പോകുന്നൊരു വഴിയൊക്കെ ഞാൻ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതേ പ്രദേശത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ വീടിൻ്റെയൊക്കെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഒരു പ്രദേശത്തോടു കൂടിയാണ് ആനകൾ പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ ഗജമുക്തി ഈ ഒരു പ്രദേശത്ത് തന്നെ നടത്തിയിരുന്നു. അന്ന് അതിലെ പാസ് ചെയ്തു പോയ അതേ വഴി കൂടെ തന്നെ, അന്ന് ഞാൻ കാണിച്ച അതേ വഴി കൂടെ തന്നെ ആനകൾ പാസ് ചെയ്തു പോയ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു 2 ദിവസം മുന്നേ നടത്തിയ ഓപ്പറേഷൻ ഗജമുക്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനുശേഷം ആനകൾ ഈ പ്രദേശത്തോടെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ, അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച രാവിലെ ഈ ഒരു പ്രദേശത്തോടെ, അതായത് ഈ കാണുന്ന നമ്മളിപ്പോൾ ഈ തൊട്ട് പുറകെ കണ്ട ഈ വീടിൻ്റെയും അതിൻ്റെ തൊട്ട് താഴെയുള്ള വീടിൻ്റെയും കൂടെ ഇടയിൽ കൂടെ, അതായത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇതുണ്ടോ, ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു പ്രദേശത്തോടെ ഒരു കൊമ്പനാന രാവിലെ 7:30 സമയത്ത് നടന്ന് നേരെ ഈ റോഡ് മുറിച്ച് കിടന്ന്, നമ്മൾ അന്ന് കണ്ടില്ല, അതായത് ഒരു അമ്മയും മകനെയും കുടിവെള്ളം എടുക്കാൻ പോയപ്പോൾ ഓടിച്ച ആ ഒരു പ്രദേശം ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇപ്പോൾ കാടൊക്കെ തെളിച്ചു. ആ ഒരു പ്രദേശത്തേക്ക് ആന നടന്നു പോകുന്ന ഒരു രംഗമാണ് ആ ഒരു വീഡിയോയിലുള്ളത്. ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇന്ന് രാവിലെ 7:30 നടന്ന സംഭവമാണിത്. അപ്പോൾ ആ പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ആളുകളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പലരും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയവും ഒക്കെ ആയിരുന്നു. രാവിലെ ബസ് പോയ ഉടനെ, ഇതിലൊരു ബസ് പോകുന്നുണ്ട്, ആ ഒരു ബസ് പോയ ഉടനെയാണ് ഈ സംഭവം നടന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കുള്ള ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഞാനിപ്പോൾ താളിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ഈ വീടൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇതിന് മുന്നത്തെ എപ്പിസോഡുകളിൽ ഞാൻ കാണിച്ചതാണ്. അതിലെയാണ് ആനകൾ പാസ് ചെയ്തു പോകുന്ന ആ ഒരു വഴി എന്ന് പറയുന്നത്. ദൂരെ കാണുന്ന ആ ഒരു പ്രദേശത്തോടെയാണ് പോകുന്നത്. അതായത് ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു വീടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട്, തൊട്ട് താഴെ ഇവിടെയും ഒരു വീടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ്, ഈ ഒരു വഴി കൂടെയാണ് ആന പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഈ വീടിൻ്റെ ഇതിൻ്റെ ഈ ഒരു വഴിക്കൂടെ കടന്നാണ് അവർ ആ കുടിവെള്ളമൊക്കെ എടുക്കുന്ന ആ ഒരു പ്രദേശത്തോടെയാണ് നടന്ന് ആന പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് നേരിട്ട് കണ്ട, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ പകർത്തിയ ആളുണ്ട്, നമ്മളിതിന് മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. ഈ ഒരു റോഡ് ക്രോസ് ചെയ്താണ് ആന പോയത്. ഇവിടെയും ഒരു വീടുണ്ട്, ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ ആന പോയത്. ആന ഇവരുടെ അടുത്തെത്തിയപ്പോഴാണ് ഇവരൊക്കെ അറിഞ്ഞതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.
നമുക്കിപ്പോൾ ഈ വീട് കാണാം. ഈ വീടിൻ്റെ തൊട്ട് മുൻവശത്തായിട്ടുള്ളൊരു പ്രദേശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ അപ്പുറം ഒരു ആന നിന്നാൽ മനസ്സിലാവില്ല കേട്ടോ. ഇതുണ്ടോ അവിടെയൊക്കെ എത്രത്തോളം കാടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിലെയാണ് ആന ഇങ്ങനെ പാസ് ചെയ്ത് ആ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയി ആ റോഡ് ക്രോസ് ചെയ്ത് കേട്ടോ. അതായത് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് ആന പോയത്. നമ്മുടെ പേരെങ്ങനെയാ? ദേവി. ഇന്ന് രാവിലെ ആനയെ കണ്ടല്ലോ നേരിട്ട്? ഞങ്ങളെല്ലാവരും കണ്ടു ആനനെ. എവിടെ നിൽക്കുമായിരുന്നോ ആ സമയത്ത്? എവിടെയായിരുന്നു ആ സമയത്ത്? എവിടെയായിരുന്നു? എല്ലാം അകത്ത് അങ്ങാടെ ഉണ്ടായി. വീടിൻ്റെ എവിടെയാ? ആ എത്ര സമയം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടക്കറങ്ങി എന്നറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ ആരുമില്ല, പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോയി. ഇതിലെ റോഡ് മുറിച്ച് കിടന്ന് ഇങ്ങോട്ട് പോയി. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ നേരം ഉണ്ടായിരുന്നല്ലേ? 2 മണിക്കൂറുണ്ടായിന് ആടെ. ആണോ? അത് കഴിഞ്ഞിട്ട് അപ്പാട് ഞങ്ങൾ പറഞ്ഞു ആടെ ആരുമില്ല, പൊക്കോ എന്ന് പറഞ്ഞിട്ടാണ് അത് ഓടിപ്പോയി ഇങ്ങോട്ട്. കണ്ടപ്പോൾ പേടിച്ച് പോയാ? പേടിച്ചെന്ന് പറഞ്ഞ് ചെന്ന കാര്യേ. എല്ലാ ദിവസവും ഇങ്ങനെ ആന വരുന്നുണ്ടോ? എല്ലാ ദിവസവും ആന വരുന്നുണ്ടോ? എല്ലാ ദിവസവും ആന വരുന്നുണ്ട്. ആന ഓട്ടിക്കുന്നവർ ആനനെ ഓട്ടിക്കുന്നില്ല, പിന്നെ എന്നാ ചെയ്യണ്ടേ? 2 ദിവസം ഓട്ടിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരെയും കണ്ടിട്ടില്ല, ആനനെയും കണ്ടിട്ടില്ല. വയ്യ നോക്കുമ്പോഴേക്ക് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായി. ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു? വീടിൻ്റെ അപ്പുറത്ത് അങ്ങാടെ ആ കാടിനകത്ത്. ആരാലും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. ആരെയും വിളിച്ച് പറഞ്ഞില്ല? അതെന്താ? എന്തിനാ വിളിച്ചു പറയാനൊന്നും പറ്റില്ല. ഇന്ന് രാവിലെ ഇതിലെ ആന പോയേ? അതെ, ഇതിലിങ്ങനെ പോയി. ആണല്ലേ? ഇതിപ്പോ എത്ര മണിയായപ്പോഴാ സംഭവം? ഒരു 7:30 ആയിട്ടുണ്ടാവും. 7:30-ക്കല്ലേ? ഓഹോ. അപ്പൊ ഇത് ആനയെ ഈ ദിവസങ്ങളിലൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം ഓടിക്കുന്നുണ്ടായിരുന്നു മേലെ കൂടിയെ. ആനയാന്ന് തോന്നുന്നു വലിയൊരു കൊമ്പന പോയെ, രാവിലെ കടന്നു പോയെ. ഇതിനു മുന്നേ ഈ ആന തലേദിവസം വല്ലതും താഴെ കൂടെ ആ വീടിന്റെ പിന്നെ ഒരു മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു രാത്രി ഒരു 8:30 ആയിട്ടുണ്ട്. ആ സമയത്ത് റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് കടന്നു. ആന തിരിച്ച് ഇന്ന് രാവിലെ ഇങ്ങോട്ടും കടന്നു. ഓടിച്ചു വിട്ട ആന തിരിച്ചു പോകുന്നു. ഓടിച്ചു വിട്ട ആന ഒരു കൂട്ടം കയറിപ്പോയതോ അതോ? അതല്ല എന്ന് തോന്നുന്നു, ഇത് ഒറ്റയ്ക്ക് നടക്കുന്ന കൊമ്പന. 7:30 ആ സമയത്ത് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയല്ലേ? അതെ, അന്നേരം അനാമിക അവനെ കൊണ്ടുവിട്ടിട്ട് വരുമായിരുന്നു. അന്നേരം അവള് വീടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരക്ക് ആ ചേച്ചി വിളിച്ചു പറഞ്ഞു ആന വരുന്നുണ്ട്. അന്നേരക്ക് അങ്ങോട്ട് ഓടി കയറുകയാ ചെയ്തേ. ഇവിടെ വീടിന്റെ അവിടെ നിന്നിട്ടാ? ഇതല്ലേ വീട്? ഇതാ വീട്. ഇവിടെ നിന്നിട്ടാ വീഡിയോ എടുത്തേ? ഇതിലിങ്ങനെ ഇറങ്ങുക ചെയ്ത ആന. ആ വീടിന്റെ അതിൽ കൂടെ പോയി ആ പാറ കടന്നിട്ട്. പാറ കടന്നിട്ടല്ലേ? ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല, ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടില്ല. മിനിഞ്ഞാന്ന് രാത്രി കടന്നപ്പോ ഫോറസ്റ്റുകാർ വന്നായിരുന്നേ. അതിന് ശേഷം അന്നേരം അവരോട് പറഞ്ഞായിരുന്നു ആന ഇപ്പൊ അങ്ങോട്ട് കടന്നു. ഇതിപ്പോ സ്ഥിരമായില്ലേ? നിങ്ങൾക്കൊക്കെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതെന്തായാലും ഇന്ന് രാത്രി ഇങ്ങോട്ട് ഇങ്ങനെ കടക്കും. രാത്രി ഇനിയും അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല എന്തായാലും. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടല്ലോ? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ചിലപ്പോ മേലെ കൂടെ പോവും, ചിലപ്പോ താഴെ റോഡിൽ കൂടെ പോവും. അത് ഇതില് വരുമ്പോ നമ്മള് കാണും. നിങ്ങൾ വെള്ളം എടുക്കാൻ പോകുന്ന ആ സ്ഥലത്തെ അതിലേക്കല്ലേ ഇത് പോകുന്നത്? അതിൽ കൂടെ ഇറങ്ങി അതിൽ തന്നെയാ പോയത് രാവിലെ. കാട് കളിച്ചുകൊണ്ട് കുറച്ച് കാണാനെങ്കിലും പറ്റുന്നുണ്ട്. അത് ഇപ്പൊ ഇങ്ങനെ പകലിറങ്ങുവാണെങ്കിൽ അതും ഇല്ലേ ഏ സമയത്ത് അതിന്റെ മുമ്പിൽ ചെന്ന് കാണുന്നതല്ലേ? അത് രാവിലെ ബസ്സെല്ലാം പോയി കഴിഞ്ഞാൽ 7:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് ആന കൊറേ സമയം ഇവിടെ നിന്നു. അവിടുന്ന് വന്നിട്ട് അവിടെയും നിന്നു തോന്നേ. അന്നേരം ആ ചേച്ചി വിളിച്ചു പറഞ്ഞു ആന വരുന്നുണ്ടേന്ന്. കൊറേ സമയം എന്നിട്ട് ഒച്ച കേട്ടിട്ട് ഇവിടെ തന്നെ നിന്നു. എന്നിട്ടാണ് റോഡ് മുറിച്ച് കടന്നല്ലേ? ആ സമയത്ത് ആരൊക്കെയാ വീഡിയോ എടുത്തേ? ചേട്ടയാന്ന് എടുത്തേ. ഫോണുണ്ട്. രണ്ടുപേരും എടുത്തല്ലേ? ഈ ഒരു പ്രദേശത്താട്ടോ ആന. ഇവര് പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഇങ്ങനെ പാസ് ചെയ്താണ് ആന റോഡ് മുറിച്ച് കിടന്ന് അങ്ങോട്ട് പോയത് കേട്ടോ. ആനയെ ഓടിക്കുന്ന സമയത്ത് ആന സ്ഥിരമായി കടന്നു പോകുന്ന വഴി ഇതിന് തൊട്ട് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ആന സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ആന കടന്നു പോകുന്ന വഴിയുടെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളുകളാണ് ഇവർ. ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് ഈ കാട് കളിച്ചുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ടല്ലോ? കുറച്ച് ആശ്വാസമുണ്ട്, ധൈര്യമുണ്ട് പോകാൻ, കാട് തെളിഞ്ഞുകൊണ്ട്. ആന ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് നേരെ ഇപ്പുറത്തോട്ടാണ് കിടന്നത്. നമ്മളിതിന് മുന്നേ ഈ പ്രദേശമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടന്ന ഒരു പ്രദേശമാണ്. കാട് തെളിച്ചുകൊണ്ട് ഇവനെ നമുക്കിപ്പോൾ ഇതിലെ നടക്കാനായിട്ട് കുറച്ചും കൂടി ആശ്വാസമുണ്ട്. ഇതൊക്കെ ആളുകൾ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ഇതിലിങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോയതെന്നാണ് അവർ പറഞ്ഞത്.
ഇവിടെയൊക്കെ ആനപ്പിണ്ടമൊക്കെ നമുക്ക് പഴയത് കിടക്കുന്നതൊക്കെ കാണാം. ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. ഈ വഴിയെ ഇങ്ങനെ ഇറങ്ങി ഈ പാറപ്പുറത്തോടെ ഇറങ്ങിപ്പോയി എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ഇതിലിങ്ങനെ ക്രോസ് ചെയ്ത് പോവുക. ഇവർ കുടിവെള്ളത്തിനായിട്ട് വെള്ളം ഉപയോഗിക്കുന്നതൊക്കെ ആ ഒരു അരുവിയുള്ളത് ഈ തൊട്ട് താഴെയുള്ള പ്രദേശത്താണ്. ഈ വീടുകളൊക്കെ കാലിയായിട്ട് കിടക്കുന്ന കേട്ടോ. ഇവിടെ ഒന്നും താമസക്കാരൊന്നുമില്ല. ഇങ്ങനെ പല വീടുകളും നമുക്ക് ഇവിടെ കിടക്കുന്ന കാണാം കണ്ടോ. അതുപോലെ ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ വീടുകൾ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെയാണ് ആന പോകുന്നതും കേട്ടോ. അതിനും കാട് തെളിച്ചുകൊണ്ട് വലിയ ആശ്വാസം ഇവർക്കായി. പക്ഷേ ആനകളിപ്പോൾ പകൽ പോലും ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രദേശത്ത് തന്നെ താമസിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വീഡിയോ പകർത്തിയ ആളുകളോട് തന്നെ നമ്മൾ നേരിട്ട് സംസാരിച്ചു. ആന 2 മണിക്കൂറോളം ആദ്യം നമ്മൾ കണ്ട ആ വീടിൻ്റെ മുൻവശത്ത് ആ ഒരു കാടിൻ്റെ ആ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ ഒരു അമ്മയും പറഞ്ഞത്. അതുപോലെ തന്നെ അവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ കാട്ടാനകൾ പാസ് ചെയ്യുന്ന ഒരു പ്രദേശം തന്നെയാണിത്. ആനകളെ ഓടിച്ച് തുരത്തി വിടുമ്പോൾ ആനകൾ കടന്നു പോകുന്നൊരു വഴിയും കൂടെയാണിത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണുള്ളത്. ഓടിച്ച് കയറ്റുന്ന ആന ഇവർ പോയ അല്ലെങ്കിൽ ഓടിച്ച് കഴിഞ്ഞ് അവരുടെ ദൗത്യം കഴിയുന്ന പുറകെ തന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി പോരുന്നുണ്ടെന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. ഏതായാലും വലിയ അവസ്ഥയോടെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ കടന്നു പോകുന്നത്. രാവിലെ 7:30 മണിക്ക്, അതായത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്, അതായത് ഇതിലെ ഒരു ബസ്സുണ്ട്, ഒരു KSRTC ബസ്. ആ ബസ്സൊക്കെ പോകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. അത് വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റി എന്ന് മാത്രം. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്